കഴിഞ്ഞ പ്രാവശ്യം നട്ടുകൊടുത്ത വഴുതനയാണ് കേട്ടോ. ഇപ്പോൾ അതേ മഴ സമയത്ത് നല്ല രീതിയിൽ പൊട്ടിപ്പൊടിച്ച് പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളൊക്കെ കണ്ടോ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക. നല്ല എന്താ പറയുക, നല്ല രീതിയിൽ വളർന്ന് നിൽക്കുന്നതിൻ്റെ ആണെങ്കിൽ പോലും ഉണങ്ങിയ കമ്പുകൾ, സൈഡിലേക്കുള്ള ഉണങ്ങിയ കമ്പുകൾ, അതേപോലെ വല്ലാതെ നീണ്ടു പോയേക്കുന്ന കമ്പുകളൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ മഴ സമയമായതുകൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും. ഇതേപോലെ കൊലകുത്തി പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, ഇത്രയും ഇങ്ങനെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇനി വളരുമോ എന്നുള്ളത്. പക്ഷേ വെട്ടിക്കളഞ്ഞാലാണ് കേട്ടോ ഇതേപോലെ ബുഷിയായിട്ട് വരുള്ളൂ. നമ്മൾ വെട്ടി നിർത്തുന്നതിലാണ് ഇതേപോലെ നല്ല രീതിയിൽ കൊലകുത്തി പൂക്കളുണ്ടാവുള്ളൂ, ഒത്തിരി ശിഖരങ്ങളും വരുള്ളൂ. അപ്പോൾ വല്ലാതെ നീണ്ടുപോയേക്കുന്ന കമ്പുകൾ, ഉണങ്ങിപ്പോയേക്കുന്ന കമ്പുകളൊക്കെ വെട്ടി നിർത്തിയിട്ട് ഒരല്പം കുമ്മായം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നനച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ വളവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളും കായ്കളൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വെട്ടാനായിട്ട് മടിക്കണ്ട. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വെട്ടി നിർത്തി വളർത്താൻ പറ്റുന്ന വേറൊരു പച്ചക്കറിയാണ് പച്ചമുളക്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം വഴുതനയും നമുക്കൊരു 3 വർഷം വരെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ സമയത്ത് മാത്രം ഇതേപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി.